So hello guys, ഇന്ന് 21st ഞാൻ ഇന്നാണ് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത് ഫോർ 2 months വെക്കേഷൻ. എൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ട് പോയി കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്രയും ദിവസം നിങ്ങൾ കേട്ട സൗണ്ടല്ല ഇന്ന് ഞാൻ സംസാരിക്കുമ്പോഴുള്ള സൗണ്ട്. അപ്പോൾ പോണ വഴിയുള്ള വിശേഷങ്ങളും കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പിന്നെ വരാമെന്ന് വെച്ചാൽ ഇതിലൊക്കെ ഞാൻ ആഡ് ആക്കാം. പിന്നെ വേറെ എക്സ്ട്രാ ഷോർട്സ് ഒക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ. അപ്പോൾ ഗൈസ്, എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. ഞങ്ങൾ എയർപോർട്ടിലെത്തി, ഫുൾ റെഡിയാണ്. ഗൈസ്, ഞങ്ങളങ്ങനെ എയർപോർട്ടിലെത്തി. ഗേറ്റ് ഓപ്പൺ ആയിട്ടില്ല, മീൻസ് ചെക്ക് ഇൻ ഓപ്പൺ ആയിട്ടില്ല, ഓപ്പൺ ആവാനായിട്ടുണ്ട്. നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞു, പാസ്പോർട്ട് കൺട്രോൾ കഴിഞ്ഞു. നമ്മളിപ്പോൾ ഡ്യൂട്ടി ഫ്രീ വഴിയാണ് ഇവിടുത്തെ ഗേറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗേറ്റെത്തി. ഞങ്ങൾ ചെക്കിനൊക്കെ കഴിഞ്ഞ് വന്നല്ലോ. അപ്പോൾ എനിക്ക് മരുന്ന് കഴിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫുഡ് വാങ്ങിക്കാമെന്ന് അങ്ങനെ ഞാനൊരു ചിക്കൻ റാപ്പ് വാങ്ങിച്ചു, വെള്ളവും വാങ്ങിച്ചു. ഇതാണ് എൻ്റെ ഇന്നത്തെ ഫസ്റ്റ് മീൽ എന്ന് വേണം പറയാം. അപ്പോൾ ഗൈസ്, നമ്മളെ ബോർഡിങ് ഓപ്പണായി. നമുക്ക് ഫ്ലൈറ്റിൽ വെച്ച് കാണാം. ഞങ്ങളങ്ങനെ ഫ്ലൈറ്റിൽ കയറി. ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ എനിക്കറിഞ്ഞൂടാ. അങ്ങനെ ഫ്ലൈറ്റിൽ ഫുഡ് കിട്ടി. ഫുഡൊക്കെ കഴിച്ച് ഞാൻ തൂ ചൂത്താമേ മക്കറ അങ്ങനത്തെ ഒരു മൂവി കാണാൻ ഓപ്പൺ ആക്കിയിട്ടായിരുന്നു. നമ്മളങ്ങനെ ഇസ്താംബുളിൽ ലാൻഡ് ചെയ്തു. ഇനി ട്രാൻസിറ്റ് ആണെങ്കിൽ ഇനി ഡൽഹിയിലേക്ക് പോകണം. ഡൽഹിയിലേക്കുള്ള ഫ്ലൈറ്റിൽ ഒരു 3 hours ലേ ഓവർ ഉണ്ട് ഇവിടെ. അതിനുശേഷം ഡൽഹി ഫ്ലൈറ്റ് അറൗണ്ട് 6 hours ഫ്ലൈറ്റ്. ഓക്കെ, നമ്മളങ്ങനെ ഇസ്താംബുളിൽ ചെക്ക് ഇന്നും കഴിഞ്ഞു, ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് ഇൻ്റർനാഷണൽ ട്രാൻസ്ഫേഴ്സിലേക്ക് വന്നിട്ടുള്ളത്. ഇനി ഒരു 2 hours ലേ ഓവർ ബാക്കിയുണ്ട്. ഓക്കെ, ആക്ച്വലി ഈ ചെക്കിനൊക്കെ കഴിഞ്ഞ് കാണുന്ന ഈ ഒരു പ്ലേസ്, ഈ ഡ്യൂട്ടി ഫ്രീൻ്റെ ഒക്കെ ഷോപ്സിൻ്റെ ആ ഒരു പ്ലേസ്, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാനും. ലൈക്ക് ഒരു വേറെ തന്നെ ഒരു രസമാണ്. പക്ഷേ ചെക്കിൻ്റെ പാർട്ടാണ് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത എയർപോർട്ടിൽ. കാരണം ഈ കണ്ട സാധനം മൊത്തം പുറത്തെടുത്ത് വാരി വെക്കുക. പക്ഷെ അത് ബേസിക്കലി അതൊക്കെ കുറഞ്ഞു. ലാപ്ടോപ്സ്, ക്യാമറാസ്, ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ പുറത്തെടുത്ത് വെക്കുക. അപ്പോൾ ബെൽറ്റ് ഇങ്ങനത്തൊക്കെ ഊരണത് ഇത്തിരി ചടങ്ങാണ്. പക്ഷേ സേഫ്റ്റിയുടെ ഭാഗമാണെങ്കിൽ കൂടിയും ഇഷ്ടമില്ലാതെ പറയണ്ടേ, അത്രേ ഉള്ളൂ. അറിയില്ല, എൻ്റെ അടുത്ത് എന്താ 2 ഇന്ത്യൻസ് ഉണ്ട്. ഒരു ഹായ് പറഞ്ഞു. ഇതായിരുന്നു നിങ്ങളുടെ പവർ പഫ് ഗേൾസ് ആയിട്ട് പോയിട്ടോ. പിന്നെ പവർ പഫ് ഗേൾസിലെ ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ബോർഡിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഞാനൊരു മൂവി, പോർത്തൊഴിൽ എന്ന് പറഞ്ഞ മൂവിയൊക്കെ കണ്ടുകുത്തിരുന്നു. അപ്പുറത്തൊക്കെ ആൾക്കാരിങ്ങനെ മൂവി കാണുമായിരുന്നു. ഞങ്ങളൊക്കെ ഒരു മൂവിയൊക്കെ കണ്ട് അത് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഫുഡ് വന്നു. ചിക്കൻ പാറ്റി, വെജീസ്, ഓംലെറ്റ്, പിന്നെ ബാദുഷയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ആക്ച്വലി. പക്ഷേ ഭയങ്കര മധുരമായിരുന്നു. പിന്നെ ടൊമാറ്റോസ് ഞാൻ കഴിക്കാത്തതുകൊണ്ട് അതൊക്കെ ഞാൻ മാറ്റി വെച്ചു. ബാദുഷ കുറച്ച് ഹാർഡായിരുന്നു, പക്ഷേ ഹാർഡും അതൊരു മധുരം ഉണ്ടായിരുന്നു, പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. सदस्य तुर्किश एयरलाइंस के साथ सफर करने के लिए आपका धन्यवाद. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ഡൽഹി എത്തി. ഇവിടെ എത്തിയപ്പോഴും ഒരുമാതിരി ചൂടും നനവും എന്തൊക്കെയോ ഒരു വെതറാണ്. കറക്റ്റ് എത്തിയെന്ന് മനസ്സിലായി ഗൈസ്. യെസ്, പക്ഷേ എന്നാലും
എത്തി. ലാൻഡിങ് ഇത്തിരി ഒരു ടഫായിരുന്നു, കാരണം ചെറുതായിട്ട് വെതർ കണ്ടീഷൻ മോശമാണെന്ന് തോന്നുന്നു, അതിൻ്റെ ഒരു പാളിച്ച ഉണ്ടായിരുന്നു. ബട്ട് എനിവേസ് വി ലാൻഡഡ് സേഫ്ലി. ഓക്കെ, അപ്പോൾ ഞങ്ങൾ 2 ദിവസം ഡൽഹിയിൽ സ്റ്റേ ചെയ്യാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഡൽഹി എത്തി, ടാക്സി ബുക്ക് ചെയ്ത്, നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. ഡൽഹിയിൽ 2 ദിവസം സ്റ്റേയുടെ വീഡിയോ സ്പെഷ്യലായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വൈൻഡപ്പയാണ്. ചൂടാണ്, ഭയങ്കര ചൂടായി, ഭയങ്കര വൈറ്റ് ഫോഗ് അടിച്ച പോലെ ഉണ്ട്, പക്ഷെ ഫോഗല്ല, എന്തോ സാധനം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ പുതിയ വീഡിയോ ഡൽഹി വിശേഷങ്ങളായിട്ട് പിന്നെയും കാണാം. അതായിരിക്കും ടാറ്റാ.